നമുക്ക് സെമി സിൽക്കിൽ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നമ്മൾ ചില കട്ട് വർക്ക് വരുമ്പോൾ ഇങ്ങനെ ആ വലിയ ഇതിൽ വരും, അത് തന്നെ നമുക്ക് അത്ര ഒരു ക്യൂട്ട്നെസ് തോന്നില്ല. ഇത് പക്ഷേ നല്ല ചെറിയ ചെറിയ ഒരു ഹണി കോം ഡിസൈനിൽ വന്നിരിക്കുന്ന കട്ട് വർക്ക്, നല്ല ഭംഗിയുള്ള അതിൻ്റെ വർക്ക് എംബ്രോയിഡറി വർക്കും നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. അതിനകത്തൊരു 5 കളേഴ്സ് വന്നിട്ടുണ്ട്. 2490 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ഡെയിലി വെയർ ആയിട്ടും അല്ലാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ നമുക്ക് കളേഴ്സൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഫ്ലഷ് ടോൺ പിങ്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സാരി നമ്പർ 1 ആണ്. ഇതിൻ്റെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറിയുടെ പാറ്റേൺ കണ്ടോ, ഇതേപോലെയാണ് കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി, ഒരു സ്കാലപ്പ് ഡിസൈനും കൂടെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാട്ടോ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ ചെറിയ ഒരു ഹണികോം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് അതിന് ആ ഭംഗി നന്നായിട്ട് വരുന്നത്. ഇതിങ്ങനെ വലുതായി കഴിയുമ്പോൾ നമുക്ക് അത്രയും ഒരു ഭംഗി തോന്നില്ല. ഇത് നല്ല സറ്റിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആട്ടോ ഇത്. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ ആ ഒരു വർക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ എംബ്രോയിഡറി വർക്കാണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. ഇതേപോലെ കണ്ടോ, ചെറിയ എംബ്രോയിഡറി വർക്ക്. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. പിന്നെ ഇതിൻ്റെ നമ്മൾ കട്ട് വർക്കിൻ്റെ പാറ്റേൺ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആ കുത്തുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ മാത്രമാണ് കട്ട് വർക്ക് ഇല്ലാത്തയുള്ളൂ. ബാക്കി ഫുൾ സാരിയിൽ ഈ ലോവർ ബോർഡറിൽ ഈ ഒരു കട്ട് വർക്ക് വരും. ബ്ലൗസ് മുറിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കുത്തുന്ന പോർഷനിൽ മാത്രം കട്ട് വർക്ക് ഉണ്ടാവില്ല. ബാക്കി ഫുൾ ഇതേപോലെ ഇത് കണ്ടോ, ബാക്കി ഫുൾ ഇതേപോലെ കട്ട് വർക്ക് ഉണ്ട് കേട്ടോ. 2490 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം, അല്ല വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. സാരി നമ്പർ 2 വരുന്നത് നല്ലൊരു ലൈറ്റ് ഒരു ബേജും ക്രീമും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. അതിനകത്തും കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു ഓണിയൻ പിങ്കും ഒരു പേസ്റ്റൽ ടോണും കൂടെ വന്നിട്ടുള്ള വർക്ക്. നല്ല ഭംഗിയുള്ള സാരീസ് ആട്ടോ. ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഓണിയൻ പിങ്കിൻ്റെയൊക്കെ കോൺട്രാസ്റ്റ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പ്ലെയിൻ ബ്ലൗസ് സെയിം ടോൺ ഇടണമെങ്കിൽ അതും നല്ലതാണ്. സാരി നമ്പർ 2. ഇതിനകത്തെ ആ വർക്കിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അടുത്ത് വരുന്ന ലാവൻഡർ. ലാവൻഡറിലും അതുപോലെ തന്നെ സെയിം പാറ്റേൺ ഇതുണ്ട്, സെയിം പാറ്റേണാണ് വന്നിരിക്കുന്നത് ലാവൻഡർ. അടുത്ത് വരുന്നത് നമുക്ക് പിങ്കിൻ്റെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ടോൺ. ഇതിനകത്തെ കളേഴ്സ് എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. സെയിം പാറ്റേൺ തന്നെ. അടുത്ത് വരുന്ന അതിൻ്റെ പേസ്റ്റൽ ഗ്രീൻ സെയിം വർക്കിൽ തന്നെ. ഇത്രയുമാണ് നമ്മുടെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നമുക്ക് ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. അപ്പോൾ നമുക്ക് 1 ലെയർ ഇടണമെങ്കിൽ 1 ലെയറും ഇടാം. അപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്